ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഭഗവതി മഠം ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷാചാര സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തു വരുന്നത്. ക്ഷേത്രത്തിലെത്തി നമസ്കാരവും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാറുണ്ടല്ലോ നമ്മളെല്ലാം. അത്രത്തോളം തന്നെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ നടത്തപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ഒന്നുകിൽ നമ്മളൊരു ചരട് ജപിച്ച് കെട്ടുക, അല്ലെങ്കിൽ ഒരു യന്ത്രം എഴുതി ഏലസിലേക്കാക്കി ആ ഏലസ് പൂജിച്ച് കെട്ടുന്ന രീതികളും നാട്ടിൽ ഇന്ന് പൊതുവെ നിലവിലുണ്ട്. ഇതൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഇത് നമ്മുടെ മനസ്സിന്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന ആകുലതകൾ മാറുവാൻ വേണ്ടിയിട്ടും ശാരീരിക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു അയവ് വരുത്താൻ നമ്മുടെ മനസ്സിന്റെ ശക്തി നമ്മളെ സഹായിക്കുമല്ലോ. അപ്പൊ ആ മനസ്സിനൊരു ബലം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ചരട് ജപിച്ച് കിട്ടുന്നതായാലും അല്ലെങ്കിൽ ഏലസുകൾ പൂജിച്ച് കിട്ടുന്നതായാലും. പൊതുവെ നമ്മൾ ഈ ഏലസ് ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു യന്ത്രം വരച്ച് തകിടിൽ വരച്ച് അത് യന്ത്രത്തിന് ഏലത്തിനകത്താക്കി പൂജിച്ച് ചരട് കോർത്ത് നമ്മൾ ശരീരത്തിൽ അരയിലോ കഴുത്തിലോ കയ്യിലോ ഒക്കെ കെട്ടുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ യന്ത്രത്തിൽ അല്ലെങ്കിൽ ഈ തകിടില് വരയ്ക്കുന്ന യന്ത്രങ്ങൾക്ക് പ്രത്യേകം ഗുണങ്ങളും ഫലങ്ങളും പറയുന്നുണ്ട്. അവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഗണപതി യന്ത്രം ധരിക്കുകയാണ് എങ്കിൽ സകല വിഘ്നങ്ങളും നിർവീര്യമാകുന്നതോടൊപ്പം തന്നെ ധനാദി സമ്പത്തുകളുടെ പ്രതിദിന വർധനവ് നമ്മൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഗരുഡയന്ത്രമുണ്ട്. ആ ഗരുഡയന്ത്രം ധരിക്കുകയാണെങ്കിൽ സർപ്പോപദ്രവങ്ങളൊക്കെ നീങ്ങുമെന്നാണ് പറയുന്നത്. സർപ്പപരമായിട്ടുള്ള സർപ്പദോഷ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഗരുഡയന്ത്രം ധരിക്കുന്നതിലൂടെ അവയ്ക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. മാറാരോഗങ്ങൾ മാറുന്നതോടൊപ്പം തന്നെ ദീർഘായുസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് മൃത്യുഞ്ജയ യന്ത്രം ധരിക്കുന്നത് വളരെയധികം ഗുണമുള്ളതാണ്. വിവാഹത്തിനും അഭീഷ്ട സാധ്യത്തിനും വേണ്ടിയിട്ട് സ്വയംവര യന്ത്രം ധരിക്കാം. മഹാസുദർശന യന്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ബാധാദോഷങ്ങൾ നിർവീര്യമാവുകയും സകല വശീകരണവും സർവ്വ അഭീഷ്ടസിദ്ധിയും ഉണ്ടാവും. യന്ത്രങ്ങളുടെയൊക്കെ രാജാവാണ് മഹാസുദർശന യന്ത്രം എന്നാണ് പറയപ്പെടുന്നത്. ശ്രീരാമയന്ത്രം ധരിക്കുകയാണ് എങ്കിൽ ശത്രുജയവും ആരോഗ്യവും ധനവും ഭൂസ്വത്ത് എന്നിവയുടെ വർധനവും ഉണ്ടാകും. ശ്രീയന്ത്രം ധരിക്കുകയാണെങ്കിൽ ധനവർദ്ധനവും ഐശ്വര്യവും ഉണ്ടായി വരും. ശത്രുദോഷ ശമനത്തിനും തേജോബല വീര്യവർദ്ധനവിനും ധൈര്യം ഉണ്ടാകുന്നതിനു വേണ്ടി നരസിംഹയന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. സുഖവും ക്ഷേമവും കൈവരാൻ വേണ്ടി പഞ്ചാക്ഷര യന്ത്രം ധരിക്കുന്നത് വളരെയധികം ഗുണപ്രദമാണ്. അശ്വാരൂഢ യന്ത്രം ധരിക്കുന്നതിലൂടെ സകല ജനവശ്യവും ധനസമൃദ്ധിയും ഉണ്ടാകുന്നു. വീരഭദ്ര യന്ത്രമുണ്ട്. അത് ധരിക്കുന്നതിലൂടെ യശസ്, കീർത്തി, ആയുർബലം എന്നിവ വർദ്ധിക്കും. ദുർഗായന്ത്രം ധരിക്കുകയാണ് എങ്കിൽ ക്ഷുദ്ര ആഭിചാര ദോഷങ്ങളിൽ നിന്നും മോചനം ഉണ്ടാവും. ഭദ്രകാളി യന്ത്രം ധരിച്ചാൽ ഭൂതബാധ ശമനവും രോഗശാന്തിയുമാണ് ഫലമായി പറയുന്നത്. സകല ഗ്രഹപ്പിഴകളെയും ശമിപ്പിക്കുന്നതിന് വേണ്ടി മഹിഷമർദ്ദിനി യന്ത്രം ധരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ബാലരക്ഷായന്ത്രം ധരിക്കുകയാണെങ്കിൽ കുട്ടികളിലെ ദുർദേവതാ പീഡകളൊക്കെ ഒഴിയും. രാജഗോപാല യന്ത്രം ധരിക്കുന്നതിലൂടെ ഐശ്വര്യവും സുഖവും വശീകരണ ശക്തിയും ഉണ്ടാവും. ശകടയന്ത്രം ധരിച്ചാൽ ശക്തിയേറിയ ശത്രുദോഷങ്ങൾ വരെ നമുക്ക് മാറിക്കിട്ടും. കലിയുഗ ദുഃഖങ്ങൾ ശമിക്കുന്നതിന് ശാസ്ത്രീയന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. ജ്ഞാനസിദ്ധി കൈവരുന്നതിന് വേണ്ടി താരായന്ത്രവും ധൈര്യവും കരുത്തും പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി അഘോരയന്ത്രവും ധരിക്കുന്നത് ഉത്തമമാണ്. ത്രിപുരസുന്ദരി യന്ത്രം യഥാവിധി പൂജിച്ച് ധരിക്കുകയാണെങ്കിൽ ദുർദേവതകൾ ബാധിക്കില്ലെന്ന് മാത്രമല്ല സകല അഭീഷ്ടസിദ്ധി ഉണ്ടാവുകയും ചെയ്യും. അന്നപൂർണേശ്വരി യന്ത്രം ധരിക്കുകയാണ് എങ്കിൽ എല്ലാവിധ ധനസമൃദ്ധിയും ഉണ്ടാവും. ത്രികാലജ്ഞാനവും വംശവൃദ്ധിയും ഉണ്ടാകുവാൻ വേണ്ടി സുബ്രഹ്മണ്യ യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. അഗ്നിഭയഹര യന്ത്രം ധരിക്കുകയാണെങ്കിൽ തീപ്പൊള്ളൽ ഏൽക്കുവാൻ ഇടവരില്ല. രാജവശി യന്ത്രം ധരിക്കുകയാണെങ്കിൽ എതിർലിംഗചേരികളെ വശീകരിക്കാൻ സാധിക്കും. ശരഭയന്ത്രം ധരിക്കുന്നതിലൂടെ ആഭിചാരദോഷം മാറുകയും അപസ്മാരം തുടങ്ങിയ രോഗങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. പുരുഷസൂക്ത യന്ത്രം ധരിക്കുകയാണെങ്കിൽ പുരുഷാർത്ഥ സിദ്ധിയാണ് ഫലമായി വരുന്നത്. വിദ്യാരാജഗോപാല യന്ത്രം ധരിക്കുകയാണെങ്കിൽ സദ്ബുദ്ധി ഉണ്ടാവുകയും വിദ്യ, ജ്ഞാനം എന്നിവ കരഗതമാവുകയും ചെയ്യും. പ്രത്യങ്കിര യന്ത്രം ധരിക്കുകയാണെങ്കിൽ സകല ബാധാശമനവും ശത്രുദോഷ ശമനവും ഫലമായി വരും. സർപ്പഭയം, ഭൂതബാധ, പ്രേതോപദ്രവം എന്നിവ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശൂലിനി യന്ത്രം ധരിക്കുന്നത് വളരെയധികം നല്ലതാണ്. എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് മോചനമുണ്ടാകാൻ സമൃദ്ധി യന്ത്രം ധരിക്കുന്നതും നല്ലതാണ്. സ്ത്രീവശ്യത്തിന് മദനകാമേശ്വരി യന്ത്രം ധരിക്കാം.
വരാഹി യന്ത്രം ധരിക്കുന്നതിലൂടെ ശത്രുക്കളുടെ വാക്ക്, ഗതി, ബുദ്ധി തുടങ്ങിയ സർവ്വതിനെയും നശിപ്പിക്കാൻ സാധിക്കും. ഋണമോചന യന്ത്രം ധരിക്കുകയാണെങ്കിൽ കടം കൊണ്ട് വലയുന്നവർക്ക് വളരെയധികം ഫലപ്രദമാണ് ഋണമോചന യന്ത്രം. ഈ യന്ത്രധാരണം എന്ന് പറഞ്ഞാൽ കഴിവുള്ള ഒരു പൂജാരിയെ കൊണ്ടോ അല്ലെങ്കിൽ യന്ത്രങ്ങൾ തയ്യാറാക്കി നൽകുന്ന ഒരു പുരോഹിതനെ കൊണ്ടോ യഥാവിധി പൂജിപ്പിച്ച് അത് യഥാശക്തി മന്ത്രങ്ങൾ ഉരുവിട്ട് പൂജിച്ചു തരും. അങ്ങനെ നമുക്ക് വിശ്വസ്തതയുള്ള ഒരു പൂജാരിയെ കൊണ്ടോ അല്ലെങ്കിൽ അതിന് തക്കവണ്ണം കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരാളെ കൊണ്ടോ അവ ചെയ്യിപ്പിച്ച് അത് വെള്ളിയുടെ തകിടിൽ യന്ത്രം വരച്ച് അതിന്റെ മന്ത്രങ്ങളൊക്കെ എഴുതി സാധുനാമങ്ങളൊക്കെ എഴുതി നമ്മുടെ പേരും നാളമൊക്കെ ചേർത്ത് നമുക്കത് ആ ഏലത്തിലേക്ക് ആക്കി പൂജിച്ചു തരും. നമുക്ക് സ്വർണ്ണ ഏലത്തിലോ അല്ലെങ്കിൽ വെള്ളിയുടെ ഏലത്തിലോ ഒക്കെ തന്നെ ഈ തകിട് നിറച്ച് നമ്മുടെ ശരീരത്തിൽ അണിയാവുന്നതാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ഇതൊക്കെ അണിയുന്നതിനുള്ള നമുക്കുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു രക്ഷ നമ്മുടെ ശരീരത്തിലുണ്ടെന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുകയും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആകുലതകളും അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ ദോഷാദി കാര്യങ്ങളും ഒക്കെ വിട്ടുമാറാൻ നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ ഓരോ യന്ത്രങ്ങളുടെയും ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരുന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യാനുസരണമുള്ള യന്ത്രം ഏതാണെന്ന് മനസ്സിലാക്കി ഒരു ഉത്തമ ആചാര്യനെ കൊണ്ട് അവ പൂജിച്ചു വാങ്ങി ശരീരത്തിൽ അണിയാൻ ശ്രമിക്കുക. ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.